16 വയസ്സുകാരനായ ഫൈസലിന്റെ മരണത്തിന് ഉത്തരവാദി ആരാണ്? ഒട്ടും ആലോചിക്കാതെ തന്നെ ഞാൻ പറയുന്നു, ഞാനും നിങ്ങളുമാണ് എന്നുള്ളതാണ്. ഫൈസൽ അവസാനമായി പറഞ്ഞ ചില വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ഒന്ന് കേട്ടു നോക്കൂ. ആരാണ് ഉത്തരവാദി? ഒന്നും ചിന്തിക്കേണ്ടതില്ല, ഒന്നും ആലോചിക്കേണ്ടതില്ല. എന്റെ പിന്നിൽ കാണുന്ന നമ്മുടെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി ഈ അവസ്ഥയിൽ 13 കൊല്ലമായി എത്തിച്ച 50 കോടി നിലവിൽ ചെലവഴിച്ചിട്ടുള്ള 95 കോടിയോളം എസ്റ്റിമേറ്റ് ഉള്ള ഈ ഒരു സംവിധാനം നിലവിൽ ഈ കാണുന്ന പ്രേതാലയത്തിന്റെ അവസ്ഥയിൽ ഉണ്ടാക്കിയ മനുഷ്യരാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഭരണകൂട സംവിധാനമാണ് ഈ ഫൈസലിന്റെ മരണത്തിന് കാരണമെന്ന് നമുക്ക് പറയാനാകും. കേവലം അത് പറഞ്ഞ് അവസാനിപ്പിക്കരുത്. ഞാനും നീയും അടങ്ങുന്ന പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട കാസർകോട്ടെ ജനത തന്നെയാണ് ഫൈസലിനെ പോലെയുള്ള ചെറുപ്പക്കാരുടെ മരണത്തിന് കാരണമെന്ന് പറയും. ഇന്ന് ഫൈസൽ, അതിനു മുൻപും കുറെ ഫൈസൽമാരുണ്ടായിട്ടുണ്ട്, അതിനുശേഷവും ഫൈസൽമാരുണ്ടാകും. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കളിച്ചും ചിരിച്ചും നടക്കുമ്പോൾ വേദന കൊണ്ട് പുളഞ്ഞ അവസാനം ഗതികെട്ട് ജനങ്ങൾക്ക് മുന്നിൽ സഹായം ചോദിച്ചിട്ട് പോലും രക്ഷപ്പെടാതെ പോകുന്ന ഫൈസലുമാർ നമുക്ക് മുന്നിലുണ്ട്. മാറ്റം അനിവാര്യമാണ്. അതിന്റെ ഏറ്റവും നല്ല സുപ്രധാന നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നുള്ളത്. ഫൈസലിന്റെ സഹോദരൻ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഞാൻ ചെന്നു കയറാത്ത ഒരു സംവിധാനവുമില്ല ഖാദറേയെന്ന്. അതായത് ഫൈസലിന് വേണ്ടിയിട്ട് ഫൈസലിന്റെ സഹോദരൻ ചെന്ന് സഹായം അഭ്യർത്ഥിക്കാത്ത ഒരു സംവിധാനവുമില്ല എന്നതാണ്. പണമില്ലാത്തതിന്റെ പേരിൽ ഫൈസൽ മരണപ്പെട്ടു എന്നുള്ളതാണ്. അതിനുത്തരവാദികൾ ഞാനും നീയുമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നു. ഫൈസലിന്റെ സഹോദരൻ അവന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. എൻ്റെ സോഷ്യൽ മീഡിയ വാളുകളിൽ പറ്റുന്നത് പോലെ ചെയ്തിരുന്നു. പക്ഷേ എറണാകുളത്തേക്ക് പോകാൻ പറ്റാത്ത ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ എനിക്കുണ്ടായിരുന്നു. ഇൻഫെക്ഷൻ കാരണം ഞാൻ ചികിത്സയിലായതുകൊണ്ടാണ് എനിക്ക് അവിടെ ചെന്നിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. അതിന്റെ പ്രതിഷേധം തന്നെയാണ് ഞാൻ ഇവിടെ അറിയിക്കുന്നുള്ളത്. തെരഞ്ഞെടുപ്പാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ലേ, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് നിസ്സാരവൽക്കരിക്കേണ്ട. അവരോട് പറയണം, ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ നിങ്ങൾക്ക് വോട്ട് തരാം, ഏത് പാർട്ടിയും ആയിക്കൊള്ളട്ടെ, ഒരു പ്രാവശ്യമെങ്കിലും മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ വാളിൽ സംസാരിക്കുമോ? എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വോട്ട് തരാം. ഇല്ല എങ്കിൽ വോട്ടില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു നോക്ക്. മാറ്റങ്ങളുടെ തുടക്കം അവിടെ ഉണ്ടാകും. ഫൈസലിന് വേണ്ടിയിട്ട് എന്റെ ശബ്ദമാണിത്.